നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കേരള ബി.ജെ.പിയിൽ ആഭ്യന്തര വിമർശനം ശക്തമാകുന്നതായി റിപ്പോർട്ട്. 3 എം.എൽ.എമാരെ നിയമസഭയിൽ എത്തിക്കാൻ പാർട്ടിക്ക് സാധിച്ചെങ്കിൽ പോലും എ ക്ലാസ് മണ്ഡലങ്ങളിലെ വോട്ട് കുറവ് അത് നേതൃനിരയിൽ വലിയ ചർച്ചയായി തന്നെ മാറുകയാണ്. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ സീറ്റുകൾ 2020ക്കും BDJS-നും വിട്ടു നൽകിയ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ മുൻനിര നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി കാണിക്കാതെ തന്നെ വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിൽ മാത്രം പ്രചരണം കേന്ദ്രീകരിച്ചതും അവിടെ തിരിച്ചടിയായി എന്നതാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന മറ്റൊരു വിമർശനമായി പറയുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ ടീമിനുമെതിരെയാണ് ഇത്തരത്തിൽ പ്രധാനമായും വിമർശനങ്ങൾ അവിടെ വലിയ രീതിയിൽ ഉയരുന്നതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി തന്നെ വിലയിരുത്തുന്നതിനായി ഈ മാസം 15-ന് സംസ്ഥാന കോർ കമ്മിറ്റി യോഗവും 16-ന് ഭാരവാഹി യോഗവും വിളിച്ചു ചേർത്തേക്കും എന്നതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വിജയ സാധ്യതയോ 2ാം സ്ഥാനമോ പ്രതീക്ഷിച്ചുകൊണ്ട് 36 മണ്ഡലങ്ങളെ എ ക്ലാസ് വിഭാഗത്തിലാക്കിക്കൊണ്ട് പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നതായും പറയുന്നു. ഈ മണ്ഡലങ്ങളിൽ വൻതോതിൽ ഫണ്ടും ചിലവഴിച്ചുവെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ബി.ജെ.പിയിൽ നേതൃമാറ്റം ഉൾപ്പെടെയുള്ള ചർച്ചകൾ ശക്തമായേക്കും എന്നതാണ് ഇപ്പോൾ അതായത് അത്തരത്തിൽ ചർച്ചകൾ ശക്തമായേക്കും എന്നതാണ് ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളടക്കം ഉറ്റുനോക്കുന്നത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർട്ടി മത്സരിച്ച ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. ഈ കണക്കാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് അത് കിട്ടാത്ത ഒട്ടേറെ എ ക്ലാസ് മണ്ഡലങ്ങൾ ഉണ്ട് എന്നതും ഈ വിലയിരുത്തലായി തന്നെ ഇവർ വ്യക്തമാക്കുന്നു. വട്ടിയൂർക്കാവ്, ചെങ്ങന്നൂർ തുടങ്ങിയ ചില മണ്ഡലങ്ങളിൽ 2021-നെ അപേക്ഷിച്ച് അതിനേക്കാൾ ഏറെ വോട്ടാണ് ഇവിടെ കുറഞ്ഞിരിക്കുന്നതെന്നും ഇവർ ആരോപണമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. നിയമസഭാ കക്ഷി നേതാവ് ആരാകുമെന്ന ചർച്ചയും ഇവിടെ സജീവമാവുകയാണ്. ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവിനെ നേതൃത്വം തീരുമാനിക്കുമെന്നും എം.എൽ.എമാരുടെ അഭിപ്രായം തേടുന്നത് പോലെയുള്ള നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഉണ്ടായേക്കും ഇല്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ തീരുമാനം വരുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നതായി ഇവർ വ്യക്തമാക്കുന്നത്. പ്രവൃത്തി പരിചയവും പാർട്ടിയിലെ സീനിയോറിറ്റിയും പരിഗണിച്ചുകൊണ്ട് വി മുരളീധരൻ കക്ഷി നേതാവാകാനാണ് സാധ്യതയെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ നിയമകക്ഷി നേതാവാകണമെന്ന അഭിപ്രായം പല പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു രീതിയിലുള്ള വിലയിരുത്തലുകൾ അല്ലെങ്കിൽ സംശയങ്ങളായി തന്നെ ചില രീതിയിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.